ക്രിസ്തുവിജ്ഞാനീയം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ 4-ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളും പഠിപ്പിക്കലുകളും നിമിത്തം അനേക ആളുകൾ തെറ്റിദ്ധരിക്കുവാൻ, യേശുക്രിസ്തുവിനെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്നു എന്ന സങ്കടകരമായ അവസ്ഥയിൽ ബൈബിൾ ക്രിസ്തുവിനെക്കുറിച്ച് എന്തു പറയുന്നു എന്നൊരു അന്വേഷണം നടത്തുവാനായിട്ടാണ് ഈ പഠനത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ വ്യക്തിപരമായ ആരുടെയും അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യമില്ല. മനുഷ്യർക്കൊക്കെ തെറ്റ് സംഭവിക്കാം. എന്നാൽ ഒരിക്കലും തെറ്റ് സംഭവിക്കാൻ പാടില്ലാത്ത വിശുദ്ധ ബൈബിളിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച്, അവിടുത്തെ ആളത്വത്തെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ള വിശദമായ ഒരു പഠനത്തിന് നമുക്ക് ആവശ്യമുണ്ട്. എങ്കിലും നമ്മുടെ സമയപരിമിതി നിമിത്തം ചുരുക്കം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നാണ് കരുതുന്നത്. യേശുക്രിസ്തുവിൻ്റെ ദൈവിക ഗുണലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതാണിപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 കാര്യം ചിന്തിച്ചു. യേശുക്രിസ്തു നിത്യനാണ്, ക്രിസ്തു സർവ്വവ്യാപിയാണ്, ക്രിസ്തു സർവജ്ഞാനിയാണ്. ദൈവത്തിന് മാത്രമാണ് ഈ ഗുണലക്ഷണങ്ങളുള്ളൂ. അത് യേശുക്രിസ്തുവിൽ നാം കാണുന്നു. അതിൻ്റെ അർത്ഥം യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ്, മഹാദൈവമാണ്. ലക്ഷണങ്ങളെല്ലാം തന്നിൽ ഒത്തുവരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ 4-ാമത്തെ കാര്യം ശ്രദ്ധിക്കാൻ പോകുന്നു. യേശുക്രിസ്തുവിൽ കാണുന്ന ദൈവിക ഗുണലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ യേശുക്രിസ്തു സർവശക്തനായ ദൈവമാണെന്ന് അവിടെ നാം കാണുന്നു. വെളിപ്പാട് 1-ന്റെ 8-ാമത്തെ ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാട് പുസ്തകത്തിലെ പല പ്രയോഗങ്ങളിൽ ഒന്നാണിത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം നമുക്ക് നോക്കാം. അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ സർവശക്തിയെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. മത്തായി 28:18. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും കൈയാളണമെങ്കിൽ ആ ആളത്വം ആരായിരിക്കണം? വ്യാഖ്യാനം വേണ്ട. നല്ല മനസ്സുണ്ടെങ്കിൽ, നിർമ്മലമായ ഹൃദയമുണ്ടെങ്കിൽ സത്യം ഗ്രഹിക്കാനായിട്ട് കഴിയും. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ലഭിച്ച കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് സർവശക്തനല്ലാതെ മറ്റാരുമല്ല എന്ന് നമുക്കറിയാം. ഒരു ഭാഗം കൂടെ നോക്കാം. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശുക്രിസ്തു സർവശക്തനാണെന്ന് തെളിയിക്കുന്ന മറ്റൊരു പ്രസ്താവന ആ ഭാഗത്തുണ്ട്. എബ്രായർ 1-3. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട്. സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗമാണ്. സകലത്തെ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതും കാണപ്പെടാത്തതുമായ സകലത്തെയും. ഈ അണ്ടകടാഹം മാത്രമല്ല, ഇതിനപ്പുറം എന്തൊക്കെയുണ്ടോ അതെല്ലാം, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. അവിടുത്തെ ശക്തിയുടെ പാരമ്യത, അപാരത എന്തായിരിക്കാം? അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. അവിടുത്തോട് തുലനം ചെയ്യാൻ മറ്റാരുമില്ലെന്ന് ഈ വേദഭാഗങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൂടാതെ യേശുക്രിസ്തുവിൻ്റെ സർവശക്തി എന്താണെന്ന് വെളിവാക്കുന്ന നിരവധി സംഭവങ്ങൾ സുവിശേഷകന്മാർ രേഖയാക്കിയിട്ടുണ്ട്. മത്തായി മുതൽ യോഹന്നാൻ വരെയുള്ള 4 സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ സർവശക്തി, ദൈവീക ശക്തി വെളിവാക്കിയ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമയലാഭത്തിന് വേണ്ടി വാക്യങ്ങൾ വായിക്കാതെ സംഭവം മാത്രം ഓരോ വാചകം പറയാം എന്ന് കരുതുകയാണ്. മർക്കോസ് 5-ാം അധ്യായത്തിൽ ഭൂതങ്ങളുടെ മേൽ യേശുക്രിസ്തുവിൻ്റെ അധികാരം എന്താണെന്ന് മർക്കോസ് രേഖയാക്കിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് ബന്ധിക്കാൻ പറ്റിയതോ നീക്കുവാൻ കഴിയുന്നതോ ആയ ശക്തിയല്ല ഭൂതത്തിൻ്റെ ശക്തി. അങ്ങനെ ഭൂതങ്ങളുടെ ശക്തിയെ ഒതുക്കുവാൻ, അതിനെ പിടിച്ചടക്കുവാൻ, അതിനെ നിയന്ത്രിക്കുവാൻ യേശുക്രിസ്തുവിന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടുന്നാണ് ദൈവം എന്നാണ് എൻ്റെ അർത്ഥം. ലൂക്കോസ് 4-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന സകല രോഗികളുടെയും രോഗം സൗഖ്യമാക്കിയതായി വായിക്കുന്നുണ്ട്.
മറ്റ് സുവിശേഷങ്ങളിലും ഈ വാക്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഉദാഹരിക്കാൻ വേണ്ടി ആരെങ്കിലും വായിക്കണമെങ്കിൽ എന്ന് കരുതി ഒരു ഭാഗം പറയുന്നതാണ്. യേശുക്രിസ്തുവിന് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു രോഗവും ഉണ്ടായിരുന്നില്ല. ഏത് ദീനം ബാധിച്ചവരെയും അവൻ സൗഖ്യമാക്കുമായിരുന്നു. അവൻ്റെ ശക്തിയുടെ പ്രത്യേകത അതാണ്. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ക്രിസ്തു അറിയാതെ ജനവർഗത്തിൻ്റെ മധ്യത്തിലൂടെ കർത്താവ് നടന്നു പോകുമ്പോൾ അവൻ്റെ വസ്ത്രത്തിൻ്റെ ഒരറ്റത്തിൽ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് വിശ്വസിച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് ആരും അറിയാതെ രക്തസ്രവക്കാരിയായ ഒരു സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്തിൽ തൊട്ടതായിട്ട് നാം വായിക്കുന്നുണ്ട്. തൽക്ഷണം അവൾക്ക് സൗഖ്യം വന്നു. യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, നീ എന്തായി പറയുന്നത്? ഇതുപോലെ ജനം തിക്കിത്തിരക്കി നിന്റെ പിന്നാലെ വരുമ്പോൾ ആര് തൊട്ടു എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ട്? യേശുക്രിസ്തു പറഞ്ഞു, അല്ല, ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്നും ശക്തി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ വെറുക്കപ്പെട്ട ആ സ്ത്രീയുടെ രോഗത്തിന് പൂർണ്ണ സൗഖ്യം വരുവാൻ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്തിന്മേൽ വിശ്വാസത്താൽ സ്പർശിച്ചാൽ മതിയായിരുന്നു. അതാണ് യേശുക്രിസ്തുവിൻ്റെ സർവ്വശക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. മത്തായി 9 ലൂക്കോസ് 7 യോഹന്നാൻ 11 അധ്യായത്തിലും ഈ 3 അധ്യായങ്ങളിൽ യേശുക്രിസ്തു മരിച്ചവരെ ഉയർപ്പിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരണത്തിന് മേൽ അധികാരമുള്ളവൻ താനാണെന്ന് തെളിയിച്ചുകൊണ്ട് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. യോഹന്നാൻ 11 ലാസറിന്റെ കാര്യം പറയുന്നത് അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 നാളായി. അതുകൊണ്ട് ഗുരു, കല്ലറയുടെ വാതിലിനി തുറക്കാൻ പാടില്ലെന്നാണ് മരിച്ചവൻ്റെ സഹോദരിമാർ പറഞ്ഞത്. അപ്പോൾ സഹോദരിമാർ പോലും നാറ്റം വെച്ച് കാണും, 4 ദിവസമായി എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിടത്ത് ആ ലാസറിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ ഉയർപ്പിച്ച് സഹോദരിമാരെ ഏൽപ്പിച്ചവനാണ് കർത്താവായ യേശു. അതിൻ്റെ അർത്ഥം അവിടുന്ന് മഹാദൈവമാണ്, സർവശക്തനാണ്. അവിടുത്തെ ശക്തിക്ക് കീഴ്പ്പെടാത്തതായിട്ട് ഒന്നും ഇല്ല എന്ന് അവിടുന്ന് തെളിയിക്കുകയാണ്. മർക്കോസ് 4 അധ്യായത്തിൽ യേശുക്രിസ്തുവിന് പ്രകൃതിയുടെ മേലുള്ള ശക്തി എന്താണെന്ന് നാം വായിക്കുന്നുണ്ട്. കാറ്റിനെയും കടലിനെയും ശാസിച്ചമർത്തി കാറ്റിൻ്റെ മേലും കടലിൻ്റെ മേലും തനിക്കാണ് അധികാരമെന്ന് കർത്താവായ യേശു തെളിയിച്ചു. ഇങ്ങനെ നാം ചിന്തിച്ചാൽ നിരവധി സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ഇവിടുന്നെല്ലാം നമ്മൾ ഒരൊറ്റ കാര്യമാണ് ശ്രദ്ധിക്കുന്നത്, യേശുക്രിസ്തു സർവശക്തനാണ്. സർവശക്തി എന്നുള്ളത് ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. കർത്താവായ യേശു സർവശക്തനായിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അവിടുന്ന് സാക്ഷാൽ ദൈവമായിരിക്കുന്നു. യേശുക്രിസ്തു എന്ന മനുഷ്യനെക്കുറിച്ച് ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല, പക്ഷേ അവിടുത്തെ ദൈവത്വത്തെക്കുറിച്ചാണ് ആളുകൾ അഭിപ്രായ വ്യത്യാസം പറയുന്നത്. എന്നാൽ അതിനാവശ്യമില്ലാത്തതുപോലെ ബൈബിൾ വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ, ബൈബിൾ പരിശോധിക്കുമെങ്കിൽ യേശുക്രിസ്തു മഹാദൈവമാണെന്ന് എത്രയോ സംഭവങ്ങളിലൂടെ, ലക്ഷണങ്ങളിലൂടെ, പ്രവൃത്തികളിലൂടെ, സംസാരങ്ങളിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമ്മൾ 5-മതായിട്ട് ചിന്തിക്കാൻ പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ അനന്യതയാണ്. അവിടുന്ന് ദൈവമാണെന്ന് തെളിയിക്കുന്ന 5-മത്തെ കാര്യമാണ് യേശുക്രിസ്തു അനന്യൻ ആയിരിക്കുന്നു എന്നുള്ളത്. എബ്രായ ലേഖനത്തിൽ നമുക്ക് 2-3 വാക്യങ്ങൾ വായിക്കണം. 13 അധ്യായം 8 വാക്യം ആദ്യം വായിക്കാം. എബ്രായ ലേഖനം യേശുക്രിസ്തുവിനെ കുറിച്ച് എന്താണ് ബൈബിൾ പറയുന്നത്? യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. യേശുക്രിസ്തുവിന് മാറ്റമില്ല. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. മാറ്റമില്ലായ്മ എന്നുള്ളത് ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ബാക്കിയെല്ലാം മാറും. ഈ ലോകത്തുണ്ടായിട്ടുള്ള ഒന്നിനും മാറ്റമില്ലാതെ വരികയില്ല, എല്ലാം മാറും, സംശയമില്ല. ഹിമാലയത്തിലെ മഞ്ഞ് പോലും ഉരുകി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ദിവസങ്ങളിലെ പത്രവാർത്ത പറയുന്നത്. മാറ്റമില്ലാത്ത എന്തുണ്ട് ഇവിടെ? എന്നാൽ മാറ്റമില്ലാത്ത ഒരുവനുണ്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അവിടുന്ന് ദൈവമായതുകൊണ്ട് ദൈവത്തിന് മാറ്റം വരികയില്ല. മാറ്റം വന്നാൽ ആ ആളത്വം ദൈവമായിരിക്കുകയില്ല. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അതേ പുസ്തകം 1 അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ കൂടെ വായിക്കാം. യേശുക്രിസ്തു അനന്യൻ എന്ന് പറഞ്ഞിരിക്കുന്ന അതിൻ്റെ ചുവട് പിടിച്ച് എബ്രായർ 1 അധ്യായത്തിൽ നിന്ന് വായിക്കുക. 10 മുതൽ 12 വരെ വാക്യങ്ങൾ. കർത്താവേ, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും.
നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്ന് പറയുന്നു. കർത്താവേ, നീ അനന്യൻ, നിനക്ക് മാറ്റമില്ല. യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തിന് മാറ്റമില്ല. യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾക്ക് മാറ്റമില്ല. ഇത് ഓർത്തുകൊള്ളണം. അവിടുന്ന് എന്തരുളി ചെയ്തിട്ടുണ്ടോ എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ, അവിടുന്ന് എന്താണോ സമൂഹത്തെ അറിയിച്ചത്, അതിന് മാറ്റം വന്നുകൂടാ, മാറ്റമില്ല. യേശുക്രിസ്തു എന്ന ആളത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ആവേശം തരുന്ന ഒട്ടനവധി സത്യങ്ങൾ പറയേണ്ടി വരും. ഒരു ഉദാഹരണം പറയാം. യേശുക്രിസ്തു പറഞ്ഞ ഒരു വാക്കുപോലും അവിടുന്ന് പിൻവലിച്ചിട്ടില്ല. നിങ്ങൾ ബൈബിൾ വായിച്ചാൽ അറിയാം, യേശുക്രിസ്തു എന്ത് പഠിപ്പിച്ചുവോ എന്തു പറഞ്ഞവോ ഒരക്ഷരം പോലും അതിൽ നിന്ന് മാറ്റിയില്ല. നമ്മൾ ദിവസവും പ്രതി കേൾക്കുന്നതും വായിക്കുന്നതുമായ വാർത്തകൾ രസകരമല്ലേ? ഇന്നലെ പറഞ്ഞ കാര്യം മന്ത്രി ഇന്ന് തന്നെ അത് മാറ്റി പറയും. ഒടുവിൽ തർക്കം വർദ്ധിക്കുമ്പോൾ പറയും, അത് റിപ്പോർട്ടർമാർ അങ്ങനെ തെറ്റിച്ച് പറഞ്ഞതും എഴുതിയതൊക്കെയാ, ഞാൻ അതിന് ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞാൽ, പറഞ്ഞ വാക്കിൽ നിലനിൽക്കുന്ന ആരെയും ഇവിടെ നമ്മൾ കാണുന്നില്ല. തെറ്റുകൂടാതെ ആരെയും നമ്മൾ കാണുന്നില്ല. എന്നാൽ നിങ്ങൾ പഠിച്ചു നോക്ക്, യേശുക്രിസ്തു ഒരിക്കൽ പോലും ആരോടും ഒരു വാക്ക് സോറി പറഞ്ഞിട്ടില്ല. ക്ഷമിക്കണം സ്നേഹിത, അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടില്ല. പറയാൻ ആവശ്യം വന്നിട്ടില്ല. അവിടുന്ന് പറഞ്ഞത് തന്നെയാണ്. അവിടുത്തെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഊവ് എന്നത്രേ എന്ന് ബൈബിൾ പറയുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു മഹാദൈവമാണെന്ന് പറയുമ്പോൾ അവിടുത്തെ മാറ്റമില്ലായ്മ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുക്രിസ്തു അനന്യനായിരിക്കുന്നു. ഈ ക്രിസ്തുവിൽ നാം കാണുന്ന ഈ ദൈവിക ഗുണലക്ഷണങ്ങൾ നിശ്ചയമായിട്ടും സത്യം ഗ്രഹിക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്നതാണ് എന്നതിന് രണ്ട് പക്ഷമില്ല. അപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് യേശുക്രിസ്തു ദൈവമാണെന്നുള്ളതിൻ്റെ തെളിവുകൾ എന്തൊക്കെയാണ്? ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ ദൈവിക നാമങ്ങൾ അവിടുന്ന് ദൈവമാണെന്ന് തെളിയിക്കുന്നു. ഇപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ക്രിസ്തുവിൻ്റെ ദൈവിക ഗുണങ്ങൾ അവിടുന്ന് ദൈവമാണെന്ന് തെളിയിക്കുന്നു. മൂന്നാമത്തെ ഭാഗത്തേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുന്ന മൂന്നാമത്തെ തെളിവ്, അത് ദൈവിക പ്രവൃത്തികൾ ക്രിസ്തു ചെയ്യുന്നു എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ നാമം ദൈവികമാണ്, ക്രിസ്തുവിലെ കാണുന്ന ഗുണങ്ങൾ ദൈവികമാണ്. അതുമാത്രമല്ല, ഇനി നാം പഠിക്കേണ്ടത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ക്രിസ്തു ചെയ്യുന്നു. ദൈവം എന്ത് പ്രവൃത്തി ചെയ്തുവോ, എന്തൊക്കെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമോ, അതെല്ലാം ക്രിസ്തു ചെയ്തതായിട്ട് ബൈബിൾ രേഖപ്പെടുത്തുന്നു. ക്രിസ്തു ദൈവമാണെന്നതിന് ശക്തമായ തെളിവാണ് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ. ഇടയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ, ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്നതും മനുഷ്യർക്കാർക്കും ചെയ്യാൻ പറ്റാത്തതുമായ പ്രവൃത്തികൾ ചെയ്യുന്ന ആളത്വത്തെയാണ് ദൈവമെന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം യേശുക്രിസ്തുവും ചെയ്തെങ്കിൽ അതിനെന്താ പ്രത്യേകതയുള്ളത്? അങ്ങനെയല്ല. മനുഷ്യർക്കാർക്കും ഇന്ന് വരെ ചെയ്യാൻ കഴിയാത്തത്, മനുഷ്യൻ്റെ ആരംഭം മുതൽ ഒടുവിൽ വരെയുള്ള കാലത്തോളം ആരൊക്കെ ജീവിച്ചിരുന്നാലും അവർക്ക് ആർക്കും ചെയ്യാൻ കഴിയാത്തതും എന്നാൽ ദൈവത്തിനു മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്നതുമായ പ്രവൃത്തികൾ കർത്താവായ യേശുക്രിസ്തു ചെയ്തു. അത് 1, 2, 3 എന്ന് പറഞ്ഞ് വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം, പ്രപഞ്ച സൃഷ്ടി യേശുക്രിസ്തു നിർവഹിച്ചതാണ്. ഈ കാണുന്നതും അതിനപ്പുറമുള്ളതും എന്തൊക്കെയോ അതെല്ലാം സൃഷ്ടിച്ചത് യേശുക്രിസ്തുവാണെന്ന് ബൈബിൾ പറയുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് നടത്തിയത് യേശുക്രിസ്തുവാണ്. പ്രപഞ്ച സൃഷ്ടാവ് അവിടുന്നാണ്. യോഹന്നാൻ 1:3. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഈ അണ്ടകടാഹം എങ്ങനെയുണ്ടായി? ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി? എത്ര തർക്കങ്ങളാണ് അതിനു വേണ്ടി നടക്കുന്നത്. എന്നാൽ ഒരു സംശയവും കൂടാതെ, വ്യാഖ്യാനം കൂടാതെ, ആർക്കും അംഗീകരിക്കാവുന്ന വിധത്തിൽ ബൈബിൾ പറഞ്ഞു, ഈ കാണുന്നത് മുഴുവനും കാണപ്പെടാത്തതുമായ സകലത്തിനും ആധാരം കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ അണ്ടകടാഹം എങ്ങനെ ഉണ്ടായി? ഒറ്റ ഉത്തരം, യേശുക്രിസ്തു ആണ് ഇതിൻ്റെ സൃഷ്ടാവ്. അനേകർ ക്രിസ്തുവിനെ ഒരു സൃഷ്ടിയാക്കാനാണ് വലിയ ആഗ്രഹം. അത് പിശാചിൻ്റെ സ്വഭാവമാണ്. പിശാചിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. യേശുക്രിസ്തു ദൈവമാണ്, സൃഷ്ടാവാണ് എന്ന സത്യം അംഗീകരിക്കുവാൻ സാത്താന് സാധ്യമല്ല. അവൻ ആളുകളെ വശീകരിച്ച് അറിവില്ലാത്ത നിരവധി ആളുകളെ കൊണ്ടത് പറയിപ്പിച്ചുകൊണ്ടിരിക്കുക. നമുക്കതിൽ സഹതാപമേ ഉള്ളൂ. എന്നാൽ ബൈബിൾ വായിക്കൂ, സത്യം തിരിച്ചറിയാം.
ബൈബിളാണ് മനുഷ്യൻ്റെ അജ്ഞത മാറ്റുന്നത്. ബൈബിളാണ് മനുഷ്യൻ്റെ ആത്മീക അന്ധകാരം മാറ്റുന്നത്. ബൈബിളിൽ നിന്നാണ് സത്യം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. ബൈബിൾ പറയുന്നു, സകലത്തെയും യേശുക്രിസ്തു ഉളവാക്കി, അവൻ മൂലം ഉളവാക്കി, അവൻ ഉളവാക്കി. അതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവാണ് സൃഷ്ടിതാവ് എന്നുള്ളതാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം, 15-ാം വാക്യത്തിൻ്റെ അവസാനം മുതൽ 16-ാം വാക്യം നമുക്ക് വായിക്കാം. കൊലോസ്യ ലേഖനം ഇതേ കാര്യം അവിടെയും ആവർത്തിച്ച് പറയുന്നുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ മുഖാന്തരവും സകലവും സൃഷ്ടിക്കപ്പെട്ടു, അവനായിട്ട്, അവന് വേണ്ടിയിട്ട് സകലതും സൃഷ്ടിക്കപ്പെട്ടു. അവകാശങ്ങളും അധികാരങ്ങളും തൻ്റെ സൃഷ്ടികൾക്കുണ്ട്. അത് കേവലം ഭൂമണ്ഡലത്തിൽ മാത്രമല്ല, സ്വർഗമണ്ഡലത്തിലെ ക്രമീകരണവും അങ്ങനെ തന്നെയാണ്. അതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞു വരുന്നത്. കർത്തൃത്വങ്ങളാകട്ടെ, അധികാരങ്ങളാകട്ടെ, അതെല്ലാം താൻ മുഖാന്തരം ക്രിസ്തു മൂലം സൃഷ്ടിക്കപ്പെട്ടു, ക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു സൃഷ്ടാവാണ് എന്ന് പറയുന്നത് അവിടുന്ന് ദൈവമാണെന്ന് തെളിയിക്കുന്ന വസ്തുതയാണ്, സത്യമാണ്. ദൈവത്തിനെ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. ദൈവമാണ് സൃഷ്ടാവ്. എബ്രായ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം കൂടെ നോക്കാം. യേശു ക്രിസ്തുവാണ് സൃഷ്ടാവ് എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ഒരു സൃഷ്ടിയല്ല എന്ന് തെളിയിക്കുകയാണ്. അവിടുന്ന് ഈ ഭൂമിയോട് ബന്ധപ്പെട്ട് എന്തു ചെയ്തു? അവിടുന്ന് ഭൂമണ്ഡലത്തിനപ്പുറമുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ ചെയ്തു? എബ്രായർ 1:10. കർത്താവേ, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. കർത്താവേ, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ഇത്ര സ്പഷ്ടമായി ബൈബിളിൽ പറഞ്ഞിട്ടും ബൈബിൾ കൊണ്ടു നടക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഇത് വിശ്വസിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് അയ്യോ കഷ്ടം എന്നേ നമുക്ക് വിലപിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ പരിശുദ്ധാത്മാവായ ദൈവം പറയുകയാ, കർത്താവേ, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. നീയാണ് ഈ ഭൂമിക്ക് ആണിക്കല്ല് പാകിയവൻ. നീയാണ് ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിനെ ഒരു സൃഷ്ടിയായി തരം താഴ്ത്തുവാൻ ആരും പരിശ്രമിക്കരുത് എന്ന് ആത്മാർത്ഥതയോടെ പറയുകയാണ്. കർത്താവായ യേശുവാണ് പരമോന്നതനായ സൃഷ്ടാവ്. അവിടുന്നാണ് മഹോന്നതനായ ദൈവം. നമുക്ക് കർത്താവിനെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ആരാധിക്കുവാനും ഈ ചിന്തകൾ ഉപകാരമാകേണ്ടതാണ്. യേശുക്രിസ്തു ദൈവമാണെന്ന് യേശുക്രിസ്തു തന്നെ അവകാശപ്പെട്ടു എന്ന് മാത്രമല്ല, അവിടുത്തെ ശിഷ്യന്മാരായ അപ്പോസ്തല പിതാക്കന്മാർ അത് തെളിയിച്ചെഴുതി നമ്മുടെ കൈവശം തന്നു. അതുകൂടാതെ യേശുക്രിസ്തുവിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും യേശുക്രിസ്തു ദൈവമാണെന്നുള്ളതിന് അടിവരയിട്ട് തെളിയിക്കുന്ന സത്യമായി നിലകൊള്ളുന്നു. ക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപമോചനവും വീണ്ടെടുപ്പും കോടിക്കണക്കിന് ആളുകൾ 1-ാം നൂറ്റാണ്ട് മുതൽ അനുഭവിച്ചു വരുന്നു. എത്രയോ തെളിവുകൾ. ഇതൊന്നും സാധാരണ ഒരു മനുഷ്യൻ്റെ പേരിൽ സംഭവിച്ചതല്ലെന്നും യേശുക്രിസ്തുവാണ് മഹാദൈവമായ കർത്താവെന്നും ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ഈ തെളിവുകൾ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുവാൻ കാരണമായി വരണം. ഈ സത്യങ്ങൾ അംഗീകരിച്ച് യേശുക്രിസ്തുവിനെ കർത്താവും ദൈവവുമായിട്ട് ഉള്ളത്തിൽ കൈക്കൊള്ളാൻ കഴിയണം. തോമസ് അപ്പോസ്തലൻ പറഞ്ഞല്ലോ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളോവേ. ആ വലിയ മനസ്സോടെ, സമർപ്പണത്തോടെ, ആഗ്രഹത്തോടെ യേശുക്രിസ്തുവിൻ്റെ പാതാരബന്ധങ്ങളിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ച് ക്രിസ്തു ഉള്ളവരായി വരും ദിവസങ്ങളിൽ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ ഈ സമൂഹത്തിൽ ജീവിച്ച് മാതൃകാപരമായി ക്രിസ്തു ശിഷ്യന്മാരായി നമ്മെ തന്നെ വെളിപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വിഷയത്തിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ ചിന്തിക്കാവുന്നതാണ്. ദൈവമായ കർത്താവിൻ്റെ വിലപ്പെട്ട നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.